ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വിശേഷ അവസരങ്ങളിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഈ ഒരു ചിക്കൻ സ്റ്റൂ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പിന്നെ വട്ടയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റാനുള്ളതാണ്. പിന്നെ 2 ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു 4 ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചേർക്കുന്നത് ഒരു 6 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ഇത്രയും ചേർക്കാൻ കാരണം വേറെ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ഒരു 350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എല്ലും ഉണ്ട്, മാംസമുള്ള കഷ്ണങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലോട് കൂടി കഷ്ണങ്ങളും കൂടി ചേർക്കണം, അപ്പോഴേ ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത 1 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് ഒരു 5-6 കഷ്ണം പട്ട, 5 ഏലക്ക, 2 തക്കോലം ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 മുറി തേങ്ങയുടെ 2ാം പാലിലാണ് ഇത് വേവിക്കുന്നത്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഉരുളൻകിഴങ്ങ് എടുത്ത് മാറ്റിയിട്ട് ബാക്കി കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് ചെറിയ 4-5 കഷ്ണങ്ങളാക്കി കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തൊന്ന് മിക്സിയിൽ കറക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം ഞാനിവിടെ ഒരു 3 കഷ്ണം റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം 2ാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതും നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വളരെ പെട്ടെന്ന് ഈ സ്റ്റൂവിൻ്റെ പ്രിപ്പറേഷൻ കഴിയും. ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ 1.5 മുറി തേങ്ങയുടെ 1ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാലും കൂടി ചേർക്കേണ്ടേ ആവശ്യമുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം പാകമാണെന്ന് നോക്കാം. ഇനി ഇതേ 1ാം പാല് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിള വരുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മല്ലിയില കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു 3/4 സ്പൂണ് പഞ്ചസാര ചേർത്ത് അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാൻ വേറൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കൊരു 4-5 ചുവന്നുള്ളി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ ഒരു പിടി കശുവണ്ടി പരിപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അത്രയും തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തു, ഉണക്കമുന്തിരി. ഇനി ഇത് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഈ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഇതുപോലെ കണ്ടുണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ വേറെ വിഭവങ്ങളായിട്ട് വരാം. താങ്ക് യു.